ഞാൻ മാത്രം എങ്ങനെയാണ് ഇതിൽ പ്രതിക്കൂട്ടിലാവുക? ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ട്. ആ കൂട്ടുത്തരവാദിത്തത്തിൽ ഈ ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന ചോദ്യം പത്മകുമാർ ചോദിച്ചാണ് കോടതിയും എടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് ചോദിക്കുമ്പോൾ അവരിലേക്ക് അന്വേഷണ സംഘം എത്താത്തത് എന്ത് എന്ന സംശയം കോടതിക്ക് വരികയാണ്. ആ സംശയം ഏത് രൂപത്തിലാണ് എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അതിപ്പോൾ ഇപ്പോൾ പത്മകുമാറിനെ വെച്ച് നോക്കുമ്പോൾ അതിലും താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവർ എന്താണ് മന്ത്രിമാരുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളാണ് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ആ അറസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടുപേരെയും പ്രതി ചേർക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് കോടതി പറയുന്നു. അത് ആശ്ചര്യകരമാണെന്ന് കോടതി പറയുന്നു. മാത്രമല്ല വിവേചനമില്ലാത്ത അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും കുറ്റവാളികളെ വേർതിരിച്ച് കാണരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ വേർതിരിച്ച് കാണുന്നുണ്ടോ SIT എന്ന സംശയം ഹൈക്കോടതി പ്രകടിപ്പിക്കുമ്പോൾ ഇത് ഹൈക്കോടതിയുടെ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ട SITയെ രൂപീകരിച്ച പ്രത്യേക ബെഞ്ചല്ലല്ലോ, ഇത് ഹൈക്കോടതിയിലെ മറ്റൊരു സിംഗിൾ ബെഞ്ചാണല്ലോ എന്നൊരു വാദം അപ്പുറത്ത് CPM ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിമർശനമാണ്. ഇത് പൊതുജനത്തിന് പോലും തോന്നുന്ന കാര്യമാണ്. ഇത്ര കാലമായി അത് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം എന്താണ് ഒരു മുടന്തൽ എന്നുള്ളത് ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ്. ഇലക്ഷൻ സമയത്ത് SIT അനങ്ങിയിട്ടില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയമായി ആരോപിക്കുന്നു. ഈ ആരോപണങ്ങളൊക്കെ സംശയിക്കത്തക്ക സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന രണ്ടാളുകൾ അതായത് ഈ രാജ്യാന്തര അതായത് വൻപൻ സ്രാവുകളിലേക്ക് പോകണമെന്ന ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് പറയുമ്പോൾ ആ വമ്പൻ സ്രാവുകളിലേക്ക് പോയ ദിവസമാണ് ഇന്ന്. വമ്പൻ സ്രാവുകളുടെ അറസ്റ്റിലേക്ക് പോയ ദിവസമാണെന്ന്.